ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. വയനാട്ടിൽ തന്നെ കാരളങ്കോട്ട എന്നറിയപ്പെടുന്ന ഒരു മലയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാരളങ്കോട്ടയിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം വരും. വയനാട്ടിൽ തന്നെ മേപ്പാടി പഞ്ചായത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ ചാച്ചന്റെ മക്കളാണ് ഉള്ളത്. ഫോട്ടോ എടുക്കാനായി ഗിറ്റാറൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ആൾക്ക് മല കയറാൻ സാധിച്ചില്ല. അതെന്താന്ന് ഞാൻ അവസാന വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതാണ് കാരാപ്പുഴ ഡാം. ഇത് ഡാമിന്റെ ഒരു സൈഡ് മാത്രമാണ്. കുറച്ചുകൂടി അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരാപ്പുഴ ഡാമിന്റെ എൻട്രി കാണാം. മിട്ടുവിനെ കൊണ്ട് മല കയറുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് എന്റെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരളങ്കോട്ട മലയുടെ തൊട്ടുപുറകിലുള്ള മലയാണിത്. മണിക്കുന്നുമല എന്നാണ് ഈ മലയെ പറയുന്നത്. നമ്മളിപ്പോ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. വയനാട്ടിൽ തന്നെ അധികമാരും അറിയപ്പെടാത്ത സ്ഥലമാണിത്. കാരളങ്കോട്ട എന്നാണ് ഈ മലയെ പറയുന്നത്. നമുക്കിനി ഈ വഴിയിലൂടെ വേണം മുകളിൽ എത്തിച്ചേരാൻ. അപ്പൊ നമുക്ക് പോവാം. കാരളങ്കോട്ടയോട് ചേർന്ന് തന്നെ 2-3 വീടുകളുണ്ട്. അവര് സ്ഥിരമായി ഈ വഴിയിലൂടെ തന്നെയാണ് പോവാറുള്ളത്.
കർലങ്കോട്ടയുടെ തൊട്ടുപിറകിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഈ കാണുന്നത് മണിക്കുന്നുമലയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ വരുമ്പോൾ കണ്ട കാരാപ്പുഴ ഡാമാണ് കാണുന്നത്. കർലങ്കോട്ടയിൽ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഇറങ്ങാം. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാണാൻ മാത്രം ഒന്നുമില്ല. പിന്നെ കുറേ മരങ്ങൾ, കുറേ പാറകൾ, പിന്നെ നല്ല കാറ്റും നല്ലൊരു ഫോട്ടോയ്ക്ക് എല്ലാത്തിനും നല്ല ഫോട്ടോ. ഇവിടെ രാവിലെയോ വൈകുന്നേരം വന്നിട്ട് കാര്യമുള്ളൂ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി ഇവിടെ എത്താൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ്. അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. നേരത്തെ വരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ വൈകി പോയി. മതി രസം. കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത്. ടാറ്റാ, ബൈ ബൈ.